ശ്രീ ബി റജി, ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കോൺഗ്രസ് സർക്കാരിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്, ഭാരതത്തിന്റെ ഐക്യത്തിനനുസരിച്ചാണ് എല്ലാവരും പെരുമാറിയത് എന്നുള്ളത്. പക്ഷേ 2 പ്രാവശ്യമാണ് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കിടയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. ഒന്ന്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തിനെതിരായ പ്രസ്താവനകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പോസ്റ്റ് ചെയ്യുക വഴി. ഒടുവിൽ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു, ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകൾ കർശനമായും നിർബന്ധമായും ഒഴിവാക്കണം എന്നുള്ളതുകൊണ്ട്. പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരെ പോവുകയുണ്ടായി. പക്ഷേ അപ്പോൾ നമ്മൾ കണ്ടതാണ്, കശ്മീർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും വളരെ വിമർശനാത്മകമായ രീതിയിൽ കോൺഗ്രസിനെതിരെ അദ്ദേഹം കടന്നാക്രമിക്കുന്ന ഒരു രീതിയും അന്ന് നമ്മൾ കണ്ടതാണ്. ഈ വിവാദത്തിന് ശേഷമാണ് കോൺഗ്രസ് അല്പമൊന്ന് അയഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ നിലവിലുള്ള ഈ പ്രതിനിധി സംഘത്തെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കോൺഗ്രസ് വീണ്ടും പ്രതിക്കൂട്ടിലാകുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർ പാഠങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയാത്തത്? ആദ്യം വിവാദങ്ങൾ വരുന്നു, വിമർശനങ്ങൾ കേൾക്കുന്നു, അതിനുശേഷം പിന്നീടൊരു ന്യായീകരണമോ മുഖം രക്ഷിക്കൽ തന്ത്രവുമായോ അതിനോട് താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. തുടർന്ന് വീണ്ടും പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഇതുതന്നെയായിരുന്നു, ആദ്യം മുതൽക്കേ ഇതുതന്നെയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പ്രതിരോധത്തിലാകുന്ന കാഴ്ച തന്നെയല്ലേ ഈ വിഷയങ്ങളിലൊക്കെ കണ്ടത്? അതൊക്കെ വെറും ആരോപണങ്ങളല്ലേ രോഹിണി? കോൺഗ്രസ് എക്കാലത്തും രാജ്യ താൽപ്പര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും അനുകൂലമായിട്ടുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് മുൻകാലങ്ങളിൽ അങ്ങനെയാണ്, ഇപ്പോഴങ്ങനെയാണ്, വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1994 നരസിംഹറാവു എന്തുകൊണ്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വാജ്പേയിയെ തെരഞ്ഞെടുത്തുകൊണ്ട് UN-ലേക്ക് അയച്ചത്? ആ ഉന്നതമായ ജനാധിപത്യ പാരമ്പര്യം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു. അത് മാത്രമല്ല, 1971 ബഹുമാന്യായ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന, അതായത് വാജ്പേയി പോലും ദുർഗ എന്ന് അഭിസംബോധന ചെയ്ത ഇന്ദിരാജി പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം പാർലമെൻറ്റിലേക്ക് കടന്നു വന്നപ്പോൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകണം എന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ബഹുമാന്യനായ വാജ്പേയി ആയിരുന്നു. അപ്പോൾ രാജ്യ താൽപ്പര്യത്തിനപ്പുറം ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിന് മറ്റൊന്നുമില്ല. നോക്കൂ, കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയും നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കെതിരെയും സൈബർ ആക്രമണം വലത് മീഡിയകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ നടപടി സ്വീകരിച്ചില്ല? അതൊക്കെ പോട്ടെ, സോഫിയ ഖുറേഷിക്കെതിരെ മധ്യപ്രദേശിലെ മന്ത്രി വിജയ് ഷാ ദുരാരോപണം ഉന്നയിച്ചപ്പോൾ, നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആരോപണം ഉന്നയിച്ചിട്ട് BJP എന്ത് നിലപാട്, എന്ത് നടപടി സ്വീകരിച്ചു? പിന്നെ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റേതായ ചട്ടക്കൂടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ നവംബറിലാണ് 40 പേരെയാണ് BJPയുടെ താല്പര്യങ്ങളെ, അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മഹാരാഷ്ട്രയിൽ നിന്നുള്ള 40 പേരെ അവർ നടപടിയെടുത്ത് പുറത്താക്കുകയുണ്ടായി. അപ്പോൾ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അതിൻ്റെ ചട്ടക്കൂടുകളുണ്ട്, അതിൻ്റെ ലക്ഷ്മണ രേഖകളുണ്ട്, അതിന് പ്രതിബദ്ധതകൾ ഉണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ നിലപാടുകളെ സ്വീകരിക്കാനുള്ള സന്മനസ്സുണ്ടാവണം. അല്ലാതെ ആ പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനമല്ല സ്വീകരിക്കേണ്ടത്. ഇവിടെ എക്കാലത്തും ഇപ്പോൾ പഹൽഗാം സംബന്ധിച്ച് 2 ഓൾ പാർട്ടി മീറ്റിംഗ് കൂടി, ആ 2 എണ്ണത്തിലും പങ്കെടുക്കുവാനുള്ള ഒരു ധാർമ്മിക മര്യാദ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാന്യനായ മോദിജി കാട്ടിയില്ല? അവിടെ അദ്ദേഹം വരേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സന്മനസ് എന്തുകൊണ്ട് അദ്ദേഹം കാട്ടിയില്ല? മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ്? ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണം. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, നമ്മുടെ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സ്വീകരിച്ച നടപടികളെ നമ്മൾ വിശദീകരിക്കണം. ഇവിടെ നോക്കൂ, എല്ലാ പാർട്ടികളും ഈ ഭീകരാക്രമണത്തിനെതിരെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികളെ പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. ഒരു വിവാദവും ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വിവാദമുണ്ടാക്കി സങ്കുചിതമായ രാഷ്ട്രീയം താല്പര്യം സംരക്ഷിക്കുന്നത് BJP അല്ലേ? ഇവിടെ ഇങ്ങനെ ഓൾ പാർട്ടി മീറ്റിംഗ് പോകുമ്പോൾ അതിൽ ഏതൊക്കെ പ്രതിനിധികളെ അയക്കണം എന്ന് അതാത് പാർട്ടിയുടെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടാൽ പോരെ? നോക്കൂ, തൃണമൂൽ കോൺഗ്രസിൻ്റെ സുദീപ് ബന്ദോപാധ്യായ അദ്ദേഹം ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു, ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു, എൻ്റെ പാർട്ടിയോട് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞത് എത്ര മര്യാദയായിട്ട്, എത്ര ധാർമ്മികമായിട്ട്, എത്ര ഉന്നതമായ ഒരു ജനാധിപത്യ വീക്ഷണമാണെന്നൊന്ന് കരുതി നോക്കൂ.
അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എക്കാലത്തും ദേശീയ താല്പര്യത്തിനൊപ്പമാണ് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഇൻറ്റഗ്രിറ്റിക്കും വേണ്ടി നിന്നു. പിന്നെ നേരത്തെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയസൂര്യൻ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. 140 വർഷം പാരമ്പര്യമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസ് ഇവിടെ ജനാധിപത്യ പാരമ്പര്യം സൃഷ്ടിക്കുകയും നമുക്ക് ഒരു ഭരണഘടന സംഭാവന ചെയ്യുകയും ചെയ്തു. ആ പാരമ്പര്യം കാട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ 38 വർഷം മാത്രം പാരമ്പര്യമുള്ള ചരിത്രമുള്ള BJP സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും കാലത്തെ പാരമ്പര്യം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം വ്യംഗ്യേന സമ്മതിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വെളിവാകുന്ന കാര്യം കൂടി ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഇന്ദിരാഗാന്ധിയെ ഒരിക്കൽ ദുർഗ എന്ന് വിശേഷിപ്പിച്ച അത്ര ജനാധിപത്യ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു BJP. പക്ഷേ ഇപ്പോൾ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകുവാൻ അവർക്ക് കഴിയുന്നില്ല. 2008 മുംബൈ ആക്രമണത്തിൻ്റെ സമയത്ത് ബഹുമാന്യനായ ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുംബൈയിൽ എത്തി രാജ്യത്തെ അന്നത്തെ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ. 2018 ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത്? ആ 71 യുദ്ധത്തിൽ POK നമ്മൾ എന്തുകൊണ്ട് പിടിച്ചെടുത്തില്ല എന്ന് ചോദിച്ചത്. ഇവിടെ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ തിരിച്ചടി നടത്തിയപ്പോൾ അതിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ആരാണ്? അമേരിക്കൻ ഭരണകൂടം, അമേരിക്കൻ ട്രംപ്. അപ്പോൾ ഇന്ത്യക്ക് ഭരണാധികാരികളില്ലേ? നമ്മൾ എന്തുകൊണ്ട് എന്തായാലും അതിനുള്ള മറുപടി ശ്രീ ജയസൂര്യന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശ്രീ ജയസൂര്യൻ, 1 മിനിറ്റിൽ, സമയക്കുറവുണ്ട്. ട്രംപ് അല്ല ഈ പറഞ്ഞ കാര്യം പ്രഖ്യാപിച്ചത്, അത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനാണ് വ്യക്തമായിട്ടും ആദ്യമായി ഇത് ആവശ്യപ്പെട്ടത്. വെടിനിർത്തിയേ പറ്റൂ, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്. ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അത് ട്രംപിന്റേതായിട്ടുള്ള തന്ത്രങ്ങൾ, അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിഴുങ്ങിക്കൊണ്ട് ലോകം മുഴുവൻ ഓടി നടന്ന് അതിന് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ പിന്നീട് നമ്മൾ കണ്ടില്ലേ? അത് ഇന്ത്യയുടെ വിജയമല്ലേ? അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യം ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് 55 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. 140 വർഷത്തെ ചരിത്രം എടുത്താൽ RSS എന്ന് പറയുന്നത് കോൺഗ്രസിനകത്താ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അകത്താ. അപ്പൊ RSS കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള എല്ലാ ആൾക്കാരും 140 വർഷം മുമ്പ് കോൺഗ്രസിന്റെ ഉള്ളിലാ. അതുകൊണ്ട് കോൺഗ്രസിന്റെ പാരമ്പര്യം പറയാൻ പറ്റില്ല. ഭരണഘടന ഇന്ത്യക്ക് നൽകിയത് കോൺഗ്രസ് പാർട്ടി അല്ലേ അല്ല.